ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. കാഫർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിനെതിരെ SITയെ ഭീഷണിപ്പെടുത്തിയതിന് കേസെടുക്കണമെന്ന യൂത്ത് കോൺഗ്രസ്. സ്ക്രീൻഷോട്ട് 10 പേർക്കെങ്കിലും അയച്ചത് തെളിയിക്കണമെന്നായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയ ജിതിന്റെ വെല്ലുവിളി. ജിതിന്റെ ജാമ്യം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് റൂറൽ SPക്ക് പരാതി നൽകിയത്. ഫേസ്ബുക്കിലൂടെയും അതോടൊപ്പം തന്നെ മറ്റു നവമാധ്യമങ്ങളിലൂടെയൊക്കെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച ജിതിൻ ഭാസ്കറിനെതിരായിട്ട് കൃത്യമായിട്ടുള്ള കേസെടുത്ത് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം തയ്യാറാവണം. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് റൂറൽ SPക്ക് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജിതിൻ ഭാസ്കറിനെതിരായി കേസെടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, ഇടതു സർക്കാരിന്റെ കാലത്ത് ഈ ഒരു കാഫർ സ്ക്രീൻഷോട്ട് കേസിലെ അന്വേഷണം റിവേഷ് രാമകൃഷ്ണനിലെത്തി അവസാനിക്കുകയായിരുന്നു. പുതിയ UDF സർക്കാരിന്റെ SIT ആണ് ഈ ജിതിൻ ഭാസ്കറിലേക്ക് എത്തുന്നത്. ജയിലിൽ നിന്നിറങ്ങിയ ജിതിന് CPMകാർ ഒരുക്കിയ സ്വീകരണം നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിലൂടെ SIT സംഘത്തെ ജിതിൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കടുത്ത നടപടിയുമായി അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് അല്ലേ സിനോജ്? ഷിഹാസ്, തീർച്ചയായിട്ടും ഈ മാസം 4-ാം തീയതിയാണ് ജിതിൻ ഭാസ്കറിന് കടുത്ത ഉപാധികളോടെ ജാമ്യം ലഭിച്ചത്. അതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിലൂടെ ജിതിൻ ഒരു വെല്ലുവിളി ഉയർത്തിയത്. അതായത് SIT കണ്ടെത്തിയത് 200ഓളം പേർക്ക് ജിതിന് വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തെന്നാണ് കണ്ടെത്തിയത്. പക്ഷേ ജിതിൻ പറയുന്നത് തൻ്റെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ 250 പേരുണ്ട്. അതിൽ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരിൽ ആർക്കെങ്കിലും 10 പേർക്ക് താൻ ഇത് അയച്ചതായി തെളിയിക്കണമെന്നൊരു വെല്ലുവിളിയാണ് SITക്ക് മുൻപാകെ ജിതിൻ വെച്ചത്. ആ വെല്ലുവിളി SITനെ വെല്ലുവിളിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജിതിനെതിരെ ഭീഷണിപ്പെടുത്തിന് കേസെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. രേഖാമൂലം തന്നെ വടകര SPക്ക് റൂറൽ SPക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ജിതിന്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഹർജി നൽകിയിട്ടുണ്ട്. അത് നാളെയാണ് കോടതി പരിഗണിക്കുന്നത്. അതിന് അടിസ്ഥാനമായ കാരണമെന്ന് പറയുന്നത് ജിതിന് 4-ാം തീയതി ജാമ്യം കിട്ടിയ ഘട്ടത്തിൽ വടകര സബ് ജയിലിന് പുറത്തൊപ്പം തന്നെ തിരുവള്ളൂരിലും CPM പ്രവർത്തകർ സ്വീകരണം നൽകിയിരുന്നു. ആ സ്വീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഫ്ലെക്സുകളൊക്കെ തന്നെ കീറിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെയും സർക്കാരിനെ വെല്ലുവിളിച്ച് പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ, നാട്ടിൽ ലഹള ഉണ്ടാക്കുന്ന തരത്തിൽ ജനങ്ങളുടെ റോഡ് തടസ്സപ്പെടുത്തി ആ സ്വീകരണം നൽകിയതിനാണ് പോലീസ് കേസെടുത്തത്. 2 FIR അന്നിട്ടിരുന്നു. 2 FIRലെ 1-ാം പ്രതി ജിതിനാണ്. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു. വീണ്ടും കേസിലെ പ്രതി. അതുകൊണ്ട് ജിതിന്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതിനിടയിലാണ് ഇത്തരത്തിൽ SITയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ കേസെടുക്കണമെന്ന ആവശ്യമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റിവേഷ് രാമകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിരുന്നു. അത് ഇന്ന് കോടതി പരിഗണിച്ചെങ്കിലും നാളെ വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ഷിഹാസ്. ശരി സിനോജ്.